മഴക്കാലത്ത് എങ്ങനെയാണ് ചെയിൻ ലൂബ് പ്രോപ്പറായി ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. നിങ്ങൾക്കിവിടെ കാണാം ചെയിൻ വളരെ ഡ്രൈ ആണ്. ഇത്തരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ അത് ചെയിനിൻ്റെ ലൈഫിനെയും അതുപോലെ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായി നമുക്ക് എങ്ങനെ ശരിയായി ലൂബ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായി നമ്മൾ വാഹനം ഓടിക്കുന്നതിന് തൊട്ട് മുമ്പായി ചെയിൻ പ്രോപ്പറായി ടൈറ്റ് ആണ്, അതുപോലെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പ്രോപ്പറായി ചെക്ക് ചെയ്യണം. ഒരു ലോങ് ട്രിപ്പിനൊക്കെ പോകുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് മസ്റ്റാണ്. ചെയിൻ കവർ ഇല്ലാത്ത ബൈക്കുകളിലും ഉള്ള ബൈക്കുകളിലും ചെക്കിങ് വളരെ മസ്റ്റാണ്. വീഡിയോയിൽ കാണുന്ന പോലെ അര ഇഞ്ചെങ്കിലും ഫ്രീ ആയി മേലോട്ടോ താഴോട്ടോ മൂവ്മെൻ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് പ്രോപ്പറായി ചെയിൻ ടൈറ്റ് ചെയ്യുന്ന രീതി. ചെയിൻ ലൂബ് ചെയ്യുന്നതിന് മുമ്പ് ചെയിൻ പ്രോപ്പറായി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ആൾറെഡി ചെയ്തുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയിൻ പ്രോപ്പറായി ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലോസിൽ നിന്ന് ബ്രാൻഡിൻ്റെ ചെയിൻ ലൂബാണ്. ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതുപോലെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. മഴക്കാലത്ത് നിങ്ങൾ ചെയിൻ ലൂബ് ചൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ടൈപ്പ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗ്ലോസിൽ അതുപോലെ TRM, മൂട്ടു, ലിക്കിമൊളി എന്ന ബ്രാൻഡുകളുടെ ഫുള്ളി സിന്തറ്റിക്കായ ചെയിൻ ലൂബാണ് മഴക്കാലത്ത് നിന്നൂടെ ബെറ്റർ. സോ നിങ്ങൾ അതിൻ്റെ വാങ്ങിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലോസിൽ എന്ന ബ്രാൻഡാണ്. അതിന് 150 ml ഏകദേശം 180 റുപ്പീസ് വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ലൈഫ് തന്നെ നമുക്കന്ന് പ്രതീക്ഷിക്കാം. ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുന്നതിനായി ഇത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രോ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. വളരെ സേഫായിട്ട് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഇത്തരത്തിൽ ആ സ്ട്രോ പ്രൊവൈഡ് ചെയ്യുന്നത്. ചെയിൻ ലൂബ് അപ്ലൈ ചെയ്താൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഗിയറിലിട്ട് ചെറിയ ഐഡിയൽ സ്പീഡിൽ തന്നെ ചെയിൻ ലൂബ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ കൈയോ അതുപോലെ വിരലുകളോ ചെയിനുമായി കോൺടാക്റ്റ് വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ ഒരു കാരണവശാലും കുട്ടികൾക്ക് ഇത്തരത്തിൽ ചെയിൻ ലൂബ് ചെയ്യാൻ കൊടുക്കരുത്. ഇതുപോലെ ചെറിയ സ്പീഡിൽ തന്നെ വീൽ സ്പിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ നോസിൽ മാത്രമാണ് ഈ ചെയിനുമായിട്ട് കോൺടാക്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫോട്ടോയിൽ കാണുന്ന പോലെ ഓറിംഗ് സീലിലും അതുപോലെ എക്സ്റിംഗ് സീലിലുമാണ് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ചെയിനിൻ്റെ രണ്ട് എഡ്ജിലുമായിട്ടാണ് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലെ ഓറിങ്ങിലും അതുപോലെ എക്സ്റിങ്ങിലും ചെയ്യണം. റൈറ്റ് സൈഡിലും ഇതേപോലെ തന്നെ പ്രോപ്പറായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾ ഒരുപാട് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്ത് ചെയിന് വളരെ വെറ്റായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ അത്തരത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണ് പ്രോപ്പറായിട്ട് ചെയിൻ ലൂബ് ചെയ്യേണ്ടത് ആ ഏരിയ തന്നെ ചെയ്താൽ വളരെ യൂസ്ഫുള്ളാണ്. രണ്ട് എഡ്ജിനും അപ്ലൈ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ സെൻറ്റർ പോർഷനിലും നമുക്ക് ചെറിയൊരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെയിനും അതുപോലെ ഈ റിങ്ങുകളുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ഏരിയ ആയതുകൊണ്ടാണ് ചെറിയൊരു ലെയർ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ശരിയായിട്ടാണ് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്തതെങ്കിൽ ഇത്തരത്തിൽ അലോയിൽ ഒരിക്കലും നിങ്ങൾക്ക് ചെയിൻ ലൂബ് എക്സസ്സായി കാണാൻ സാധിക്കില്ല. ഇനി അതുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതൊരു ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് തുടച്ച് മാറ്റാവുന്നതാണ്. ചെയിൻ ലൂബ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എഫക്റ്റീവായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. സാധാരണ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യേണ്ടത് 500 to 600 കിലോമീറ്റർ അകത്താണ്. വേനൽക്കാലങ്ങളിലെ അപേക്ഷിച്ച് മഴക്കാലത്ത് ചെയിൻ പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചെയിനിൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.